കണ്ണൂർ മൊത്തം പട്ടികളുടെ ശല്യമാണെന്ന് പറയുന്നത് കേട്ടു. കുറേ പട്ടികൾ ഇങ്ങനെ മനുഷ്യന്മാരെ കടിക്കുന്നു പിടിക്കുന്നു എന്നൊക്കെ. ഇതാ പോലും പേയ പോലും. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്കും പേടിയാട്ടോ. പിള്ളേരോട് പറയാം സ്കൂൾ ബാഗ് വെച്ചിട്ട് ഒറ്റ അടി കൊടുക്കാനായിട്ട്. തലയ്ക്ക് നോക്കി നല്ല അടി കൊടുക്കാൻ പറ. പറയുമ്പോൾ മൃഗസംരക്ഷണ വകുപ്പുകാർ നമ്മളെ കീഴിൽ കേസ് എടുക്കുമോ? പട്ടി നമ്മളെ കടിച്ചാലും വേണ്ടില്ല, നമുക്ക് പേ ഇളകിയാലും വേണ്ടില്ല, പക്ഷേങ്കിൽ പട്ടിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വകുപ്പുകളുള്ളത്, പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി പിന്നീട് കാണാമല്ലോ. പട്ടി കടിച്ച് പേടിച്ച് മരിക്കുന്നേക്കാളും കുഞ്ഞുങ്ങളോട് പറയുക ബാഗ് വെച്ച് തലയ്ക്ക് തന്നെ കൊടുക്കാൻ പറയുക. അപ്പോൾ അവിടെ ബോധം കെട്ട് കിടക്കല്ലെങ്കിൽ പേടിച്ച് പോവുകയും ചെയ്യുമായിരിക്കാം. അപ്പോഴേക്കും ആൾക്കാർ കൂടിക്കൂടും. മനസ്സിലായോ? കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കുക. കുഞ്ഞുങ്ങളുള്ളവർ പിടിച്ച മനുഷ്യരുള്ള കാലമാണ്. അതും കുഞ്ഞുങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. എന്നോട് എപ്പോഴും ചോദിക്കുന്നത് മൂക്കുത്തിന്ന്. ഇത് ഡയമണ്ടിൻ്റെ മൂക്കുത്തിയാണ്. ഇനി ഇത് തെളിവാണ്, ഒരു പ്രൂഫ്. എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരുത്തി ഉള്ളത് പോലെ ഡയമണ്ടിൻ്റെ മൂക്കുത്തിയാണ്. പിന്നെ ഇത് തട്ടിപ്പറിച്ചുണ്ടായാൽ ഒന്നും കിട്ടൂല. സ്വർണത്തിൻ്റെ പൈസ കിട്ടുള്ളൂ. ഡയമണ്ടിൻ്റെ കിട്ടണമെങ്കിൽ ആ കാർഡും കൂടെ കിട്ടണം. മനസ്സിലായോ? ഇനി കാർഡ് കാണിച്ചു തരണോ? കാർഡ് ഞാൻ ഒരു നെക്ലേസ് ഇട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ നല്ല വലിയ നെക്ലേസാണ്. 2.5 ലക്ഷം രൂപയായി എന്ന് വാങ്ങിയപ്പം. 2.5 ലക്ഷം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത് എന്നിട്ടുകൊണ്ടായപ്പോൾ ഒരാൾക്ക് വിശ്വാസമായില്ല. ഞാൻ അതിൻ്റെ കാർഡുമായിട്ട് വരാം, കാരണം നെക്ലേസ് ഇല്ല, ലോക്കറിലാണ്. അപ്പോൾ അതിൻ്റെ കാർഡ് ഞാൻ കാണിച്ചു തരാം. കാർഡും കൊണ്ട് നമുക്ക് എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്തൊരു ടീമുണ്ട്, ഒരാളുണ്ട്. ഞാൻ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഞാൻ നോക്കട്ടെ, അതിൻ്റെയും ഞാൻ നോക്കട്ടെ, കാണിച്ചു തരാം കേട്ടോ. മറ്റേത് ഞാൻ കാണിച്ചില്ല, അതാ പ്ലാറ്റിനത്തിൻ്റെ ഇത് ഞാൻ കാണിച്ചല്ലോ. അതൊട്ടും വിശ്വാസമില്ലായിരുന്നു, ഫേക്ക്. കാരണം ഫേക്ക് അക്കൗണ്ട് എൻ്റെ ദൈവമേ, ഇതിന് മാത്രം ഉണ്ടാക്കുന്നവർ ഞാൻ ആദ്യമായിട്ട് കാണുക. എത്ര ഇൻസ്റ്റയാമോ, എത്ര ഫേസ്ബുക്കാമോ. ഫേസ്ബുക്കിൽ ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യമില്ലെങ്കിൽ അവിടെയും വന്ന് തന്നെ ഞോണ്ടിയേനെ. എത്ര ചേട്ടന്മാരെ എന്നെ വിളക്കാൻ വിടണമെന്ന് അറിയും. ചേട്ടന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. വളയ്ക്കാൻ വരുന്ന ചേട്ടന്മാരോട് പിന്നെ ഞാൻ അങ്ങോട്ട് ചേട്ടാ വിളിച്ചാൽ പോലും വരുന്നില്ല. ചേട്ടന്മാർ ഓടി രക്ഷപ്പെടുകയാണ്. മനസ്സിലായോ? എങ്ങനെ ഓടിക്കാമെന്ന് എനിക്കറിയാം. എന്നോട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അവന്മാർ പുറകെ നടന്ന് ചേട്ടാ ഇങ്ങോട്ട് നോക്ക് ചേട്ടാ ഇങ്ങോട്ട് നോക്ക് കേട്ടാന്ന് പറഞ്ഞാൽ പോലും ചേട്ടന്മാർ പിന്നെ നോക്കൂല. ജന്മത്തിൽ തന്നെ എൻ്റെ മെസ്സേജ് പോലും നോക്കൂല. അങ്ങനെയൊക്കെ ഉണ്ട്. ചേട്ടന്മാരെയൊക്കെ വളയ്ക്കാൻ വിട്ടിട്ടുണ്ട്. എനിക്കല്ലേ അറിയാവൂ. ചേട്ടന്മാർ ഇന്നലെ തിഴഞ്ഞാ പോയത്. പിന്നെ ഇന്നലെ എനിക്കറിയാം നിൻ്റെ സ്ഥലം. ആ സ്ഥലം ഞാനേ പോക്കില്ല. എന്നെ അവിടെ ഉള്ളവർക്ക് അറിയുകൂടിയില്ല. പറയും കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ടേ. വയ്യ, എണീച്ചിരിക്കാൻ ജീവനില്ല. നല്ല ചിന്തിക്ക്. ആ വിഷം അടുത്ത വിഷമായിട്ട് വരും. വല്ല ഭഗവത്ഗീതയോ വല്ല രാമായണോ കുറേ നല്ല ബുക്സുകൾ വായിക്കും. കുറേ കർമ്മ എന്താണെന്ന് കണ്ട് വായിച്ച് പഠിക്കും. മറ്റേത് പിന്നെ സൈക്കോ ആണ്. അത് അധികം വൈകാണ്ട് തന്നെ ഇവിടെ നിന്ന് പോവുമല്ലോ. പോയി കഴിയുമ്പോൾ മനസ്സിലായിക്കോളും സൈക്കോസിസം എന്താണെന്നും എത്ര വിധമുണ്ടെന്നും വെറൈറ്റി എന്താണെന്നൊക്കെ. ഓട്ടോമാറ്റിക്കായിട്ട് സപ്തസ്വരങ്ങൾ പോലെ നമ്മുടെ ജഗതി കുറച്ച് കൂടെ ഫേസിൽ എക്സ്പ്രഷൻ വരുത്തിയിട്ട് ആ ഒരു സിനിമയിൽ എന്നെന്ത് പറയൽ, മുദ്രകൾ, ഫേസിൻ്റെ മുദ്രകളാണ്, കൈക്കാൻ മുദ്രകളല്ലേ. അതെന്തൊക്കെയാണെന്ന് ചേച്ചി പിന്നീട് അത് കണ്ടുപിടിക്കും. അപ്പം പിന്നെ ചേച്ചിക്ക് സമയം ഉണ്ടാവില്ല. ചേച്ചി പോയി കഴിയുമ്പോൾ ഈ ചേച്ചിക്ക് പിന്നെ സമയമൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. എണീച്ചിരിക്കാൻ ഭയങ്കര ചേച്ചി കണ്ടുപിടിച്ചിരിക്കും അതിന് സമയം.
കുഴി കുത്താൻ ചേച്ചിക്ക് നല്ലോണം അറിയാം. പക്ഷേ എങ്ങനെ എന്നെ വീഴ്ക്കാനാന്ന് നോക്കണേ. വീഴിക്കാൻ പറ്റുന്നുമില്ല, വീഴ്ത്താൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെ നോക്കിയിട്ടും എങ്ങനെ വീഴ്ത്തിക്കും, എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല. ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനൊന്ന് പഠിപ്പിച്ച് തരും. PhD എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ എടുത്തിട്ടുണ്ട്. കയ്യിലെല്ലാം ഉണ്ട്, സാധനമൊക്കെ ഉണ്ട്. പക്ഷേ കയ്യിലെല്ലാം ഉണ്ട്, സാധനം കയ്യിലുണ്ടോ? സാധനം ഡബ്ബാസേ, നിനക്കും കൂടിയിട്ടുള്ളതാ. പറഞ്ഞില്ല വേണ്ടില്ല, അവിടെ എവിടെയൊക്കെ പോയി നടക്കുമെന്നോളാം. നീ ഒമാൻ, പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിനക്ക് എന്നോട് മിണ്ടാൻ സമയമില്ല. ഗർഭമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനേ ഉള്ളൂ. ഞാൻ DNA ടെസ്റ്റ് എടുത്തു. എനിക്ക് തീരെ വിശ്വാസമില്ല, ഞാൻ പറഞ്ഞേക്കാം. നിൻ്റെ കയ്യിലിരിപ്പ് കാരണം എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നിനക്ക് കുറേ ഫേക്ക് അക്കൗണ്ട് ഉണ്ടല്ലേടാ. നിനക്ക് ഇതുണ്ടാ, എന്തുണ്ടാന്ന് എന്തോ ചോദിക്കാതെ മറന്നേ. അപ്പോൾ ഞാൻ ആ ഗർഭം ഏറ്റെടുക്കണമെങ്കിൽ DNA ടെസ്റ്റ് നടത്തിയിട്ടേ നിൻ്റെ ഗർഭം ഞാൻ ഏറ്റെടുക്കുള്ളൂടാ, സത്യം. അതുകൊണ്ട് നീ എപ്പം ഗർഭിണിയായാലും ശരി, നിന്നെ ഞാൻ DNA ടെസ്റ്റ് നടത്തിയിരിക്കും. ആടെ ഏത് നാട്ടിലൊക്കെ അങ്ങനെയുണ്ടടാ, ആണിൻ്റെ പെണ്ണിൻ്റെ യൂട്രസ് എടുത്ത് ആണിന് വയ്ക്കാൻ പറ്റും, അങ്ങനെ എന്തോ ഇല്ലേ? ഞാൻ എന്തായാലും പ്രസവിക്കുന്നില്ലല്ലോ. ഒന്നാമത് എനിക്ക് വയറുണ്ട്. അപ്പം പിന്നെ ഞാൻ ഇനി പ്രസവിക്കുന്നതല്ല, വീണ്ടും വീണ്ടും വയറ് കൂട്ടുന്നതല്ല. അയ്യോ, ഓരോന്ന് ആലോചിക്കുമ്പോഴല്ല, ഇന്നലെ മുതലേ ഞാൻ ചിരിച്ച് മണ്ണ് കപ്പുന്നു. കള്ളത്തരം ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണ്ടേ, അതും എന്നോട്. എങ്ങനെ വന്നാലും എനിക്ക് മനസ്സിലാവൂടാ, എങ്ങനെ വന്നാലും എനിക്ക് മനസ്സിലാവും. ആരാ എന്തെന്ന് മനസ്സിലാത്ത കുറച്ച് പേരുണ്ടല്ലേ. അതാണ് നിങ്ങൾക്കറിയാം. അത് നിങ്ങളെക്കുറിച്ചൊന്നും അല്ല കേട്ടോ. ഇത് എൻ്റെ പുറകെ 2 പേരിങ്ങനെ നടക്കുന്നുണ്ട് പുറകെ. ഞാൻ വിചാരിച്ച് നിന്നു വിചാരിച്ചില്ല, ഇപ്പോഴും ഉണ്ട് പുറകെ. എന്നെ എങ്ങനെ കുഴിച്ചടിക്കാം, എന്നെ എങ്ങനെ നശിപ്പിക്കാം എന്നോർത്ത് എന്താണ് അരഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന 2 പ്രേതങ്ങളുണ്ട്. അതായിരിക്കും അവർ ചേരുന്ന വാക്കുകൾ. ഹായ്.